ഡോക്ടർ നോക്കൂ പ്ലീസ്. ഒരു പക്ഷേ ഇവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ അനിക ഇപ്പൊ അതിന് സമ്മതിക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പ്രൊസീജിയർ തുടങ്ങില്ലേ? ഓക്കെ, ഐ വിൽ സീ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. അവൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മോളെ അനികെ, നീ ഇപ്പോ നിന്റെ ഈ കുഞ്ഞനിനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവൻ എന്തു പറ്റുമെന്ന് അറിയോ? അവൻ മരിച്ചു പോവും. അവന്റെ ജീവൻ അപകടത്തിലാ. പിന്നെ നിനക്കറിയാവുന്നതല്ലേ, നിന്നെ വളർത്താനുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യില്ലേ മോളെ? പറയേ. ഡോക്ടർ അങ്കിൾ, ഞാൻ റെഡിയാ. ഞാനിത് ചെയ്യാനായിട്ട് തയ്യാറാണ്. എങ്ങനെയെങ്കിലും എന്റെ അനിയൻ ആദിത്യന്റെ ജീവൻ രക്ഷിച്ചാൽ മാത്രം മതി. ഡോക്ടർ, ഇത് കേട്ടപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ. ഇനിയിപ്പോ ആ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെങ്കിലും അത് തുടങ്ങാലോ അല്ലേ? ഓക്കെ ഫൈൻ. പക്ഷെ പ്രൊസീജിയേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് ചില ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. സിസ്റ്റർ, പ്ലീസ് കം ഇൻ. യെസ് സർ. സിസ്റ്റർ, അനിക, ആദിത്യൻ, ഇവരുടെ രണ്ടുപേരുടെയും ബ്ലഡ് സാമ്പിൾസ് എടുക്കണം. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും എടുത്ത് എത്രയും വേഗം തന്നെ എനിക്ക് റിപ്പോർട്ട് തരണം. വാ മോളെ പോകാം. നീയും വാ മോനെ. അനുജ് സാർ, രാധിക മാം, നിങ്ങൾ രണ്ടുപേരും പുറത്തുപോയി വെയിറ്റ് ചെയ്തോളൂ. താങ്ക് യു ഡോക്ടർ.